10ാം ക്ലാസ് തോറ്റ് തുന്നം പാടിയ പിള്ളേര് നല്ല മാർക്കോടുകൂടി ജയിച്ച് +1 ചേർന്ന പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന പോലെയാണ്. തൂഫാൻ വിഷയത്തിലും കോൺഗ്രസുമായി ബന്ധമുള്ളവർക്ക് പ്രത്യേക നിലപാടും അല്ലാത്തവർക്ക് പ്രത്യേക നിലപാടുമാണോ? നിഷ്പക്ഷമായ നിലപാട് ഇതിലൊക്കെ തന്നെ സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. നമുക്ക് ഒരു കറുത്ത ഷർട്ട് ഇട്ട് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാക്കിയ ആൾക്കാരാണ്. മറവി ഒരു അസുഖമാണെന്ന് പറയാറുണ്ട്. അതിന് പല മരുന്നുകളും ഉണ്ട് മറവി മാറ്റാനായിട്ട്. ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് മറവി ഇല്ലാതിരിക്കാൻ, പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് ഓർമ്മ വരാനായിട്ട് പല പല പേരുകളും പല പല ബ്രാൻഡ്സും മരുന്നുകൾ ഇറക്കാറുണ്ട്. ആ സമയത്ത് പരസ്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണകൂടം നമ്മുടെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതാരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും. അപ്പോൾ കഴിഞ്ഞ 10 വർഷം നമ്മൾ ജനങ്ങൾ അനുഭവിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങൾക്ക് വയ്യാതായി വേണ്ടാതായി എന്ന് തോന്നിയോണ്ടാണല്ലോ വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങിയത്. അതെന്തുകൊണ്ട് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടാതായി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കും അത്യാവശ്യം മറവി ഇല്ലായ്മ വേണ്ടേ? ഇതിപ്പോ ഞാൻ പറയാൻ കാരണം മുഹമ്മദ് റിയാസ് MLA പല പല കാര്യങ്ങളും ഇങ്ങനെ UDF ഭരണകൂടത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ എന്താന്ന് വെച്ചാൽ 10ാം ക്ലാസ് തോറ്റ് തുന്നം പാടിയ പിള്ളേര് നല്ല മാർക്കോടുകൂടി ജയിച്ച് +1 ചേർന്ന പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന പോലെയാണ്. കേരളത്തിൽ മയക്കുമരുന്നിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം. അത് ഏത് സർക്കാർ ആയാലും അത് സ്വീകരിച്ചു പോകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം LDF സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോയിട്ടുണ്ട്. അന്ന് ഇത്രത്തോളം പ്രചരണ പരിപാടികൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായില്ല. അന്നും പദ്ധതി ഉണ്ടായിരുന്നു. കേരളത്തിൽ ജീവിച്ചിരുന്ന നമ്മളൊക്കെ വെറും പൊട്ടന്മാരാണോ മണ്ടന്മാരാണോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. പ്രചരണ പരിപാടി ഉണ്ടായില്ലായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഓരോ റീൽസും പൊതുമരാമത്തിന്റെ ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്രത്തോളം റീൽസ് ഈ മുഹമ്മദ് റിയാസിന്റെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ PR വർക്കുകൾക്ക് വല്ലാതെ ഊന്നൽ കൊടുത്തിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഒരുപാട് PR വർക്കുകൾ ചെയ്തിട്ട് ഈ ഗവൺമെന്റ് എടുക്കുന്ന മയക്കുമരുന്നിനുള്ള നിലപാടിന് എല്ലാ പിന്തുണയും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സർക്കാർ ജീവനക്കാരെ 2 തട്ടിലാക്കി ചിലരെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ മിസ്റ്റർ മുഹമ്മദ് റിയാസ് MLA, നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണ്ടേ. ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ആർക്കും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ LDF സർക്കാരും UDF സർക്കാരും സ്വന്തം ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെ ചെയ്തു പോരാറുണ്ട്. അതിപ്പോ ഈ തവണ മാത്രമൊന്നുമല്ല, എപ്പോഴും. ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് അവരെ കുറ്റം പറയാനുള്ള അവകാശമില്ല, അവർക്ക് നിങ്ങളെ കുറ്റം പറയാനുള്ള അവകാശമില്ല. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതിപ്പോൾ നിങ്ങൾ ജനങ്ങളോടാണ് സംസാരിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള ശേഷിയുണ്ട്. അത് വീണ്ടും വീണ്ടും ഞാൻ പറയണം. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്നതെന്ന് ഇങ്ങനെ ഡെയിലി ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കില്ലേ, നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് പ്രവർത്തിക്കും. തൂഫാൻ വിഷയത്തിലും കോൺഗ്രസുമായി ബന്ധമുള്ളവർക്ക് പ്രത്യേക നിലപാടും അല്ലാത്തവർക്ക് പ്രത്യേക നിലപാടുമാണോ എന്ന് പൊതുവെ പരിശോധിക്കപ്പെടണം. നിഷ്പക്ഷമായ നിലപാട് ഇതിലൊക്കെ തന്നെ സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. ഇന്നലെ വേറൊരു നേതാവ് പറയുന്നത് കേട്ടു, VD സതീശനല്ല അറസ്റ്റ് ചെയ്തത്, രമേശ് ചെന്നിത്തലയാണ് അറസ്റ്റ് ചെയ്തത്. VD സതീശനാണ് മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. രണ്ടുപേരും UDFന്റെ ഭാഗമാണ്, രണ്ടുപേരും കോൺഗ്രസിന്റെ ഭാഗമാണ്. നമ്മൾ ചിന്തിച്ചിട്ട് വേണ്ട ഓരോന്ന് പറയാൻ. ഇനിയിപ്പോൾ നിങ്ങൾ ആരോപിക്കുന്ന പോലെ വളരെ അടുത്ത ബന്ധം VD സതീശനും ഈ MDMA ബിസിനസ് ചെയ്ത ആളും തമ്മിലുണ്ടെങ്കിൽ അത് അന്വേഷണം നടക്കട്ടെ. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം, അയാൾ ബിസിനസ് ചെയ്തു, അയാൾ പിടിക്കപ്പെട്ടു. അതല്ല ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം. അത് ചെയ്തല്ലോ, പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിമർശനം സ്വാഭാവികമായിട്ടുണ്ടാകും. അതിന് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്ന നിലപാട് നമുക്കറിയാം. ന്യൂസ് ക്ലിക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച പ്രശ്നങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞ 2014 മുതൽ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം മാധ്യമ പ്രവർത്തകരെ, മാധ്യമ സ്ഥാപനങ്ങളെ, ഗവൺമെന്റിനെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് അറിയാം. ഇന്ത്യയിൽ മാധ്യമങ്ങളോട് അങ്ങനെ പകയില്ലാത്ത നിലപാട് സ്വീകരിച്ചത് കഴിഞ്ഞ 10 കൊല്ലാണ് LDF സർക്കാരിന്റെ ഭരണകാലത്താണ്. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളെ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണെന്ന് നമുക്കിങ്ങനെ തോന്നുന്നത്. നമുക്ക് ഒരു കറുത്ത ഷർട്ട് ഇട്ട് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാക്കിയ ആൾക്കാരാണ്. റോഡിൽ കൂടി ഒന്നും നടക്കാൻ പറ്റില്ല. ഒരു കറുത്ത കളർ കണ്ടു കഴിഞ്ഞാൽ അപ്പം പ്രശ്നമാക്കിയിരുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ഒരു 10 വർഷം അങ്ങനെയായിരുന്നു നമ്മൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കറുത്ത കളർ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം പുള്ളിക്ക് പ്രശ്നമാകുമായിരുന്നു. ഇതൊക്കെ നമ്മൾ സഹിച്ചു. ഇനിയും സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയോണ്ടാണ് ഈ അവസ്ഥ നിങ്ങൾക്ക് വന്നത്. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? എന്നിട്ട് വീണ്ടും വീണ്ടും നുണ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ജനങ്ങളാണ് തെറ്റ് ചെയ്ത പോലെയല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ജനങ്ങൾക്കുണ്ട്. എന്നാൽ ഇപ്പോ മാധ്യമങ്ങളെ വലിയ നിലയിൽ ആക്രമിക്കുന്നു. ഇവിടെ മഞ്ഞില വീണാൽ പച്ചില ചിരിക്കേണ്ടതില്ല, നാളെ പച്ചിലയും വീഴേണ്ടി വരും.
മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് 10 വർഷം ഭരിച്ചതിനിടയിൽ എത്ര തവണ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് മുഹമ്മദ് റിയാസ് MLA? ഒന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും, കാരണം എണ്ണമറ്റതില്ലല്ലോ. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. നിങ്ങളുടെ അജണ്ട അനുസരിച്ചിട്ടായിരുന്നില്ലേ ചോദ്യങ്ങൾ? എഴുതി കൊടുത്ത ഉത്തരങ്ങൾ വായിക്കുക. അഡീഷണൽ ചോദ്യം ഏതെങ്കിലും ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിരുന്നത്? ഇപ്പം ഞാൻ പറയണില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് പറയുന്നത് മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നില്ല, ഒരു ചോദ്യം പോലും നേരിടാൻ പറ്റിയിരുന്നില്ലല്ലോ. എന്നിട്ടാണ് ഡെയിലി വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ഇങ്ങനെ വിമർശനം എന്നല്ല അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം പറയുന്നു, നിങ്ങൾ നേതാക്കന്മാർ മാത്രമല്ലല്ലോ, നിങ്ങളുടെ അണികളും എല്ലാവരും തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണം. വളരെ മോശമാണ്. നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. നിങ്ങളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അടുത്ത ഇലക്ഷനിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്തോ പറയാറില്ല, നീ ചെയ്ത പാവം നിനക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന ഈ വങ്കത്തരങ്ങളില്ലേ, അത് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നത് ഇനി അടുത്ത ഇലക്ഷനിലാണ്. നിങ്ങൾ ചിന്തിച്ച് പെരുമാറേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ.